Hi friends, welcome back to Insight. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ബോയ മോഡൽ നമ്പർ BY-MM1 എന്നൊരു യൂണിവേഴ്സൽ കാർഡിയോഡ് മൈക്രോഫോൺ ഷോർട്ട് ഗൺ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ജെന്യൂനിറ്റി എങ്ങനെ മനസ്സിലാക്കാം? മോസ്റ്റ്ലി നമ്മളെല്ലാവരും ഇത് ഓൺലൈനിലാണ് എല്ലാവരും നമ്മൾ വാങ്ങിക്കാറുള്ളത്. നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത് എനിക്ക് തോന്നിക്കില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നമ്മളെല്ലാവരും ആമസോണും ഫ്ലിപ്കാർട്ടും സൈറ്റിലേക്ക് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ജെന്യൂനിറ്റി എങ്ങനെ മനസ്സിലാക്കാം? കാരണം ഇതിൽ ഒരുപാട് ക്ലോൺസ് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് ഒറിജിനൽ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ വേറൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോളർ മൈക്ക്. അപ്പോൾ അത് വാങ്ങിച്ച ശേഷം എനിക്ക് അറിഞ്ഞത് അതൊരു കോപ്പിയാണെന്നുള്ളത്, ഒറിജിനൽ അല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ എങ്ങനെ വിവരിക്കാം, നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ ഉണ്ട്, പിന്നെ അടിയിൽ ഒരു QR കോഡുണ്ട്. പീൽ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു QR കോഡ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പറഞ്ഞു ഇത് ഒറിജിനൽ ആണെന്നുള്ളത്. രണ്ടാമത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അത് പറയും ഓൾറെഡി ഇത്ര സമയത്തിൽ വെരിഫൈഡ് ആണ് ഇന്ന IP അഡ്രസ്സ് എന്ന്. സോ ഇറ്റ് വിൽ ബി എ ക്ലോൺ ഡെഫിനറ്റ്ലി. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് എൻ്റെ ഈ ഫോട്ടോ പിക്ചർ, ഇത് നല്ലൊരു ഫോട്ടോ ഫിനിഷ് ആയിരിക്കും, നല്ലൊരു ക്വാളിറ്റിയിൽ പിക്ചർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് വേരിയബിൾ തന്നെ മതി. പക്ഷേ അതിനേക്കാളും നമുക്ക് ഫസ്റ്റ് കൺഫേം ചെയ്യാം, ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ടൊരു കൺഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചൊരു ലാവലിയർ മൈക്രോഫോണാണ്, അതായത് കോളർ മൈക്രോഫോൺ. ഇതൊരു പ്യുവർ ക്ലോൺ മൈക്കാണ്. എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് അറിഞ്ഞിരുന്നില്ല, വാങ്ങിച്ച ശേഷം എനിക്ക് പിന്നീട് മനസ്സിലായത് ഇതൊരു ക്ലോൺ. ഇത് വാങ്ങിച്ച ശേഷം എനിക്ക് മനസ്സിലായി ഇത് ക്ലോണാണെന്നുള്ള കാര്യം. കാരണം ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പിക്ചർ, ഫോട്ടോസ്, പിന്നെ ഈ ഒരു QR കോഡും ഒരിക്കലും സ്കാൻ ചെയ്തതിൻ്റെ ഒരു ജെന്യൂനിറ്റി, അത് ആക്ച്വലി കോപ്പി എന്നേ പറയുള്ളൂ, ഫേക്ക് പ്രോഡക്റ്റ് ആണെന്ന് പറയുള്ളൂ. പക്ഷേ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈവൻ ദോ ഇത് ഒറിജിനൽ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ മനസ്സിലാക്കാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ ഈ ഒരു സാധനം. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതിൻ്റെ ജസ്റ്റ് ജനറൽ ഡീറ്റെയിൽസ് പറയാം. ഇതൊരു പോളർ പാറ്റേൺ കാർഡിയോഡ്, അതായത് ഫ്രണ്ട് സൈഡ് മാത്രമാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ഗൺ ആയതുകൊണ്ട് ഇതിൻ്റെ കവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്, കാർഡിയോഡ്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് 35 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി 18 kHz ആണ്. പിന്നെ സെൻസിറ്റിവിറ്റി, പിന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 76 dB. പിന്നെ പ്ലഗ് ടൈപ്സ് എന്തൊക്കെയുള്ള TRSഉം TRRS എന്നുള്ളത്. നമുക്ക് തുറന്ന ശേഷം നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് കാണാം. നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെ അതിനകത്തുള്ളതെന്നുള്ളത്. ഇതിനകത്ത് വരുന്നത് മൈക്രോഫോൺ. നമുക്ക് റിമൂവബിൾ ആണത്. നമുക്ക് ഈ ഒരു വിൻഷീൽഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതാണ് മൈക്ക്. ബാക്ക് സൈഡിൽ എൻ്റെ ഇൻപുട്ട്, പിന്നെ വിൻഷീൽഡ്. കാരണം ഇതൊരു റബ്ബറൈസ്ഡ്, ഇവിടെ റബ്ബർ ഉണ്ട്, അത് കാരണം ഗ്രിപ്പിലും പിന്നെ ഒരു പിടുത്തമുണ്ട് അതിനകത്ത്. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഹോൾഡറാണ്, ക്ലാമ്പ് ഹോൾഡർ. പിന്നെ ഈ ഒരു കേബിള്, നമ്മൾ ഇത് നിങ്ങൾക്ക് DSLR പോലത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കണക്ടർ. ഓക്കെ, ഈ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു 3 നോച്ചസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഇതിനകത്തൊരു ബാഗുണ്ട്. പിന്നെ അതിനകത്ത് ഇതിൻ്റെ കാറ്റലോഗ്സും ഇൻസ്ട്രക്ഷൻസ്, പിന്നെ 2 സ്റ്റിക്കർ തന്നിട്ടുണ്ട്. ബോയയുടെ കൊള്ളാം, സ്റ്റിക്കർ കൊള്ളാം. ഇതൊക്കെ അതിനകത്ത് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് അൺബോക്സ് ചെയ്ത ശേഷമുള്ളൊരു എക്സ്പാൻഡഡ് വ്യൂ. എന്തൊക്കെ അതിൻ്റെ കണ്ടൻറ്റ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്രോഫോൺ, പിന്നെ എൻ്റെ ഹോൾഡിംഗ് ക്ലാമ്പ്, ക്ലിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ TRRS അഡാപ്റ്റർ, സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു TRS കേബിൾ ഫോർ കണക്റ്റിംഗ്
DSLR കേബിൾസ്, ഡിജിറ്റൽ ക്യാമറാസ് കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിൻ്റെ ഒരു വിൻഷീൽഡ് ബോയ എന്നുള്ളൊരു ലേബിളൊക്കെ എന്നോട് കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. പിന്നെ നല്ലൊരു ബാഗും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ്. പിന്നെ കൂടെ സ്റ്റിക്കറുണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. എന്തായാലും ഇതിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സോ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ഇൻസൈറ്റ്.